നേരെ പോകുന്നത് ഞാൻ അമൽനാഥ് പാടിച്ചാലേക്കാണ്. ഫോർട്ട് കൊച്ചി, അവിടെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. പാപ്പാഞ്ഞിയെ കത്തിച്ചതോടുകൂടി ഈ വർഷത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പോയി പുതിയ സന്തോഷവും പുതിയ പ്രതീക്ഷകളും ഒക്കെയായി പാപ്പാഞ്ഞിയെ കത്തിക്കാനായി ഫോർട്ട് കൊച്ചിക്കാർ മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ എമ്പാടും എത്തുന്ന നിരവധി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ അമൽനാഥ് പാടിച്ചാൽ അവിടെ സെറ്റാണ്, അവിടെ പോയി നിന്ന് വെയിറ്റ് ചെയ്യാണ്. അമൽ, ഗുഡ് ഈവനിങ്. വിനിഷ, ഗുഡ് ഈവനിങ്, ഹാപ്പി ന്യൂ ഇയർ. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് ഈ വെളി ഗ്രൗണ്ടിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. വെളി ഗ്രൗണ്ടിലും ഒപ്പം തന്നെ പരേഡ് ഗ്രൗണ്ടിലും ഈ രണ്ടിടങ്ങളിലാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. ഇവിടെ 55 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞിയാണ് കത്തിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിൽ 50 അടി ഉയരത്തിലുള്ള പാപ്പാഞ്ഞി. ഇത്തരത്തിൽ വലിയൊരു ആഘോഷം തന്നെയാണ് ഈ ഒരു ന്യൂ ഇയറിനെ അല്ലെങ്കിൽ പുതുവർഷത്തെ ഇവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുക്കുന്നത് വലിയൊരു ആഘോഷത്തോടു കൂടിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇത് കൊച്ചിയിലെ ജനങ്ങൾ മാത്രമല്ല, എറണാകുളത്തിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, വിദേശികളടക്കം ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 ലക്ഷത്തിലധികം ആളുകൾ ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് സംഘാടകർ അല്പസമയം മുൻപ് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഏകദേശം 50,000-ന് മുകളിൽ ആളുകൾ ഇതിലേക്ക്, ഈ ഒരു വെളി ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി, ആഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ വേണ്ടി എത്തിയ കുറച്ച് യുവാക്കളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ? ആഘോഷം നമ്മൾ കുറേ തവണ വന്നിരിക്കുന്നത്, ഫസ്റ്റ് ടൈം അല്ല, എല്ലാ ടൈമും വരുന്നത്. കൊല്ലം എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരുന്നുണ്ട്. കാസർഗോഡാണ് വരുന്നത്. ഇപ്പോൾ കാസർഗോഡ് നിന്നാണ് ഇതിനായിട്ട് ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ? ആഘോഷപരമായിട്ട് വരുന്നതാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അത്രയും ബ്ലോക്ക് ഉണ്ട്. 5 കിലോമീറ്റർ അപ്പുറമാണ് കാറിൽ വെച്ച് നമ്മൾ നടത്തിയിട്ട് വന്നതാണ്. അപ്പൊ എന്തായാലും പരിപാടിയുടെ കളറാണ്. ഇത് പൊളിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ ആഘോഷങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി? മൂന്നാള് കൂടിയിട്ടാണ് വന്നത്. എല്ലാരും ഓരോ ഭാഗത്തായിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അതായത് ഇവർ കാസർഗോഡ് നിന്നാണ് വരുന്നത്. അതായത് കേരളത്തിന്റെ ഒരു ഭാഗത്ത് നിന്നുമാണ് ഇവിടെ ഈ എറണാകുളത്തേക്ക് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് ഈ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു കുടുംബം കൊണ്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? യെസ് അമൽ, ഏതായാലും കൊച്ചിക്കാർ മാത്രമല്ല, കാസർഗോഡ് നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും പല ജില്ലകളിലുമുള്ള ആളുകൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്.